ഈ സിനിമയിലും നോവലിലും ഒക്കെ പഴയ കാലം മറന്നു പോണ ഒരു രോഗം ഉണ്ടല്ലോ, എന്താ അതിന്റെ പേര്? അമ്ലേഷ്യം അല്ലേ? നായകനും നായികയ്ക്കും അമ്ലേഷ്യം വേണ്ട, വായനക്കാര് വിശ്വസിക്കില്ല. അതറിയാതെ ചുമ്മാ അമലേഷ്യം അമലേഷ്യം പുലമ്പിട്ട് കാര്യമില്ല. അമലേഷ്യം അങ്ങനെ ഒരു വാക്കില്ല. പെട്ടെന്നാണ് കഥ വരുന്നത്. അവർ പണ്ടെന്നോ കല്യാണക്കത്ത് അടിച്ചിട്ടും കല്യാണം കഴിക്കാത്തവർ. അമ്ലേഷ്യം എന്താ കുഴപ്പം? ഗസറ്റഡ് എച്ചി അധ്യായം 6 അമ്ലേഷ്യം എന്ന ടൈറ്റിലും കൊടുക്കാം. എൻ്റെ മനസ്സിൽ നിന്ന് ഓർമ്മയുടെ കണങ്ങൾ അലിഞ്ഞലിഞ്ഞില്ലാതാകുന്നു. ഇന്നലെയുടെ ചിന്താസരണികൾക്ക് എന്നെ ഉണർത്താൻ കഴിയുന്നില്ല എങ്കിൽ അതിനർത്ഥം അതെ, ഞാനൊരു അൽഷിമേഴ്സ് രോഗിയാണ്. ആരോ പകുതിക്ക് വെച്ച് പാടി നിർത്തിയ പാട്ടുപോലെയാണ് ഇപ്പോൾ എൻ്റെ ജീവിതം. കാലഭൂതങ്ങൾ കുപ്പിയിൽ നിന്ന് പറന്ന് സ്വതന്ത്രമായിരിക്കുന്നു. ഞാൻ ആരാണ്, എന്താണ്, എങ്ങനെയാണ്? ഇല്ല, ഒന്നും ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല. എന്തും മനസ്സിലിപ്പോൾ പാതി വരച്ചിട്ട ചിത്രങ്ങളാണ്. മറുപടിക്ക് മരുന്നുകൾ തരാനില്ലാത്ത രോഗം. എൻ്റെ ജീവിതം ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിന്നിരിക്കും. അൽഷിമേഴ്സ് രോഗി, ഇന്നലെയുടെ ഓർമ്മകളില്ലാത്ത, ഇന്നിൻ്റെ ആകുലതകളില്ലാത്ത, നാളെയുടെ പ്രതീക്ഷകളില്ലാത്ത ജീവച്ഛവം. ഇവിടെ ഞാൻ തോറ്റിരിക്കുന്നു. രോഗത്തെ അംഗീകരിക്കുക, ചിന്തകളില്ലാതെ ജീവിക്കുക, കടന്നു വരുന്ന മരണത്തെ കാത്തിരിക്കുക. അതുമാത്രമാണ് ഇനി അങ്ങോട്ട്. എന്നാടാ ചേച്ചി, അമ്ലേഷ്യം. ഇന്നലെ പാതിരാത്രിക്ക് കേറി വന്നിന്. പേട്ട് വെള്ളം നോക്കിയിട്ട് ആടെ വാള് വെച്ചിട്ട് ഈടെ വീണിന്. ഓർമ്മ ഉണ്ടാവില്ല, ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. നിനക്ക് അമ്ലേഷ്യല്ലേ? കണ്ണുണ്ടാ? അടുപ്പിലൂതാൻ പോയിനാ? ഞാൻ കറിഞ്ഞിട്ടാ. രാവിലെ ഒരു കെട്ട് വിട്ടിട്ടാ. പഠിക്കാനും കൊള്ളില്ല, പണിയെടുക്കാനും കൊള്ളില്ല. എണീച്ച് പണിക്കൂടാ. ഒരു വസ്തുവിനും കൊണയില്ലാത്ത ജന്തു. എന്താ ഇവിടെ സംഭവിച്ചേ? അമ്മ മതിയായിരുന്നു. ചാത്തൻ ഇതല്ല, ഇതിനപ്പുറവും പറയും. ഇതിപ്പോ അമ്ലേഷ്യല്ലേ? ചത്തുന്ന് തോന്നാഞ്ഞ ഭാഗ്യം. പെട്ടെന്നാണ് കഥയിൽ ട്വിസ്റ്റ് വരുന്നത്. അമ്ലേഷ്യം എന്താ കുഴപ്പം?